ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കെതിരെയും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മറ്റൊരു രാജ്യത്തെയും നടപ്പാക്കാത്ത വിധത്തിലുള്ള ശക്തമായ സാമ്പത്തിക നടപടികളാണ് ഇറാനെതിരെ നടപ്പാക്കാൻ പോകുന്നത്. ഇറാന് സാമ്പത്തിക സഹായവും മറ്റു തരത്തിലുള്ള പിന്തുണയും നൽകുന്ന എല്ലാ രാജ്യങ്ങളും അത്തരം നടപടികൾ ഉടൻ നിർത്തിവെക്കണം. ഇറാന്റെ നീക്കങ്ങളെ ചെറുക്കാൻ ലോകരാഷ്ട്രങ്ങളെല്ലാം അമേരിക്കയോടൊപ്പം അണിനിരക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഞ്ജന, തീർച്ചയായും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഒരു നിലപാടാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഇറാനെതിരെ അമേരിക്കയുടെ അതിശക്തമായ സാമ്പത്തിക ഉപരോധ നടപടികൾ ആരംഭിക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, മറ്റു രാജ്യങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ ഇറാനെ പിന്തുണയ്ക്കുന്ന നീക്കങ്ങൾ നടത്തരുത് എന്നും അറിയിക്കുന്നുണ്ട്. തീർച്ചയായും റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും നൽകുന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണിത് എന്ന കാര്യത്തിലും തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, ചൈനയും റഷ്യയും ഒക്കെ വൻതോതിൽ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. ഇത്തരത്തിൽ എണ്ണ വാങ്ങുന്നത് നിർത്തിവെപ്പിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് കടുത്ത നീക്കങ്ങൾ നടത്തുന്നു എന്നെല്ലാം തന്നെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, സാമ്പത്തികമായി ഇറാനെ ഞെരുക്കുകയും പൂർണ്ണമായും സമാധാന ധാരണയ്ക്ക് വിധേയമാകാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ അതിനെ പിന്തുണയ്ക്കാനുള്ള ഒരു നിലപാട് മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ലെന്നും അത്തരം നിലപാട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ മറ്റു രാജ്യങ്ങൾ ഇറാനെ പിന്തുണയ്ക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവർക്കെതിരെയും സാമ്പത്തിക ഉപരോധങ്ങൾ ശക്തമായി ആരംഭിക്കുമെന്നൊരു നിലപാടും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, തങ്ങളുടെ നീക്കങ്ങൾക്കൊപ്പം, അതായത് ഇറാനെ ആണവ നിരായുധീകരണം നടത്തുന്നത് ഉൾപ്പെടെയുള്ള കർശനമായ നീക്കങ്ങൾ നടത്തുന്നതിനെ തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നടപടികൾക്കൊപ്പം നിൽക്കണമെന്ന് ലോകരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു നിലപാടും ട്രംപിന്റെ ഭാഗത്തു നിന്ന് സമൂഹമാധ്യമ പോസ്റ്റിലൂടെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ശക്തമായൊരു നീക്കം ഇറാനിൽ നടത്തും എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഞ്ജന. ശരി.